ഹലോ, കുറേ നാളുകൾക്ക് ശേഷമുള്ളൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ജസ്റ്റ് വീഡിയോ കണ്ടിട്ട് പോകുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ബുർജുമാനിലോട്ടുള്ള കറക്കാണ് കേട്ടോ, ബുർജുമാൻ മാളിൽ. അപ്പോൾ നമ്മുടെ കൂടെ ചേട്ടനും ചേച്ചിയാണുള്ളത്. കണ്ടിട്ടുണ്ടാവും, അവരുടെ കുറച്ചൊക്കെ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നല്ല രസമാണ് കേട്ടോ ദുബായിലോട്ട് ഇങ്ങനെ എത്തുമ്പോൾ. അതായത് ഷാർജയിൽ നിന്നിട്ട് ദുബായിലോട്ട് നമ്മളിങ്ങനെ കറങ്ങാനൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അങ്ങനെ നമ്മളിങ്ങനെ പോകുകയാണ്. പിന്നെയെന്ന് വെച്ചാൽ അത്ര ഈസി അല്ല ഈ ഒരു ക്ലൈമാറ്റിൽ ഇങ്ങനെ കറങ്ങാൻ പോകുന്നതൊന്നും. പിന്നെ മാളിൻ്റെ അകത്തല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഒരുങ്ങിക്കെട്ടി പോകുന്നത്. അത്ര ചൂടാണ് യു എയിലിപ്പോൾ, പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടാണ്, നമ്മളെ പുഴുങ്ങിയെടുക്കുന്ന പോലത്തെ ചൂടാണ്. ഇത് കണ്ട ആ ഫ്രെയിം ഒരു രസം തന്നെയല്ലേ കാണാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ചുള്ള കാര്യമൊന്നുമില്ല കേട്ടോ ഈ വരവിന്. ജസ്റ്റ് കുറേ ആയി പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ ചേച്ചിനും ചേട്ടനെയും ചോദിച്ചപ്പോൾ അവർ ഓക്കെ ആയിരുന്നു, പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് ഇറങ്ങിയതാണ്. അങ്ങനെ നമ്മൾ ബുർജുമാൻ മാളിലെത്തി. അപ്പോൾ തുടങ്ങുകയാണ് നമ്മുടെ പരിപാടികൾ. അറിയാമല്ലോ, മാളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ എല്ലാ കടയും എന്തോരം കടയുണ്ട്, അതിലൊക്കെ കയറി ഇറങ്ങണം. പിന്നെ എനിക്ക് പറ്റിയ ആളാണ് ചേച്ചിയും. അതായത് എല്ലാ കട കയറി ഇറങ്ങാനും റേറ്റ് ചെക്ക് ചെയ്യാനും പുതിയ കളക്ഷൻസ് നോക്കാനും ഒക്കെ പറ്റിയ ആളാണ്. എൻ്റെ സൗണ്ടിന് കുറച്ച് ഗാംഭീര്യം കൂടുതലുണ്ടല്ലേ? അതെ, ഈ ചൂടത്ത് തണുത്ത വെള്ളം കുടിച്ച് എൻ്റെ തൊണ്ട ചെറിയ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ചേച്ചി ചേട്ടന് വേണ്ട എന്തൊക്കെയൊക്കെയോ നോക്കി അതിൽ ആവശ്യമുള്ളതൊക്കെ എടുത്ത് ആ കടയിൽ നിന്ന് അങ്ങ് ഇറങ്ങി. പിന്നെ അതേ വീണ്ടും അടുത്ത കടയിൽ കയറി ഓഫീസിലിടാനുള്ള ഡ്രസ്സ് തപ്പി നോക്കുകയാണ് നമ്മൾ. ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ റേറ്റ് കൂടുതൽ, റേറ്റ് കുറവുള്ളതാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നുമില്ല. അങ്ങനത്തെ അവസ്ഥയാണിപ്പോൾ. അപ്പോൾ ആ കടയിൽ നിന്ന് അങ്ങ് ഇറങ്ങി. അപ്പോൾ അതേ ഈ കട കണ്ടപ്പോൾ എൻ്റെയും ചേച്ചിയുടെയും കണ്ണ് തള്ളിപ്പോയി. കാരണം ഓഫർ എഴുതി വെച്ചിട്ട് കാണുന്നുണ്ട്. അപ്പം അങ്ങ് ഈ കടയിലോട്ട് തള്ളിക്കയറി. ഇവിടുന്ന് ഇപ്പോൾ ഏതേത് ചെരുപ്പെടുത്ത് നോക്കണം, ഏത് ഷൂസ് ഇട്ട് നോക്കണം എന്നുള്ള കൺഫ്യൂഷനായിപ്പോയി. ഇട്ടിരിക്കുന്നത് കണ്ടോ, അത് ഞാനങ്ങ് എടുത്തു. പിന്നെ ചേച്ചിയും വേറെ എന്തോ ഒരു ഷൂസോ ചെരുപ്പോ എന്തോ എടുത്തായിരുന്നു കേട്ടോ, അതെനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. നല്ല ഓഫറും ഉണ്ടായിരുന്നു കേട്ടോ, ഓഫറിനായിരുന്നു കിട്ടിയത്. അപ്പം അതൊക്കെ ബില്ല് ചെയ്യാണ് നമ്മൾ. അങ്ങനെ അവിടുത്തെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത കട കയറി. ചിലപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും, എന്തോന്ന് ഇത് ഒരേ കട കയറി ഇറങ്ങുന്നു. അതല്ല, ഇതെല്ലാം ഒരു രസമല്ലേ, ഇതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം. ദേ നോക്ക്, ചേച്ചീനെ കണ്ടോ കയ്യിൽ എന്തോരം എടുത്തു വച്ചിരിക്കുന്നതെന്ന്. ഞാനാണെങ്കിൽ ഇന്നൊന്നും വാങ്ങിക്കൂല, ജസ്റ്റ് കാണാനും കറങ്ങാനും മാത്രമാണെന്ന് വാക്ക് കൊടുത്തിട്ടായിരുന്നു വീട്ടിൽ നിന്ന് വന്നത്. അതിപ്പോൾ ഷൂസ് വാങ്ങിച്ചിട്ട് തെറ്റിച്ച സ്ഥിതിക്ക് ബാക്കിയൊക്കെ ചുമ്മാ നോക്കി ഇങ്ങനെ നടക്കുകയാണ്. എന്നാലും ഓരോന്ന് കാണുമ്പോൾ കൊള്ളാവോ എന്ന് ദേഹത്ത് വെച്ച് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. എങ്ങാനും ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചാൽ തന്നാലോ എന്ന് കരുതിയിട്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ലോഡ് പുച്ഛം മാത്രമാണ് എനിക്ക് കിട്ടുന്നത്. ഒന്നും വേണ്ടാതില്ല കേട്ടോ, കാണുന്നതൊക്കെ വേണം, അങ്ങനെയാണ് എൻ്റെ ഒരിത്. അപ്പം കയറുന്ന കടയിലൊന്നും സെയിലില്ല കട പരിധി നടക്കുകയാണ് ഇനി. മെയിൻ കാര്യം എന്ന് വെച്ചാൽ സെയിലില്ല കടയിലൊന്നും എൻ്റെ സൈസിൽ സാധനമില്ല. എല്ലാം സ്ലിമ്മായ ആൾക്കാർക്കും അങ്ങനെയൊക്കെ ഉള്ളൂ. ഞാനത് എന്നത്തെയും പോലെ എന്നെ ഒന്ന് മൊത്തത്തിൽ കാണിച്ചെന്നു. വിൻഡോ ഷോപ്പിംഗ് കഴിഞ്ഞില്ല കേട്ടോ, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ബുർജുമാനിൽ എന്തോരം ക്ലോത്തിങ് സ്റ്റോർ ഉണ്ട്, അവിടെയൊക്കെ കയറി ഇറങ്ങും. അങ്ങനെ ഇപ്പോൾ ആ കടയൊക്കെ കഴിഞ്ഞ് അവിടെ ഡ്രസ്സൊന്നും നമുക്ക് ചേരുന്നതില്ല, കുറേ ഡ്രസ്സിൻ്റെ കുറ്റവും കുറവുകളൊക്കെ പറഞ്ഞിട്ട് ഞാനും ചേച്ചിയും ആ കടയിൽ നിന്ന് ഇറങ്ങി RNB ലക്ഷ്യമിട്ടിട്ട് ആ കടയിലോട്ട് കയറി. RNB ആണെങ്കിൽ അന്ന് കുറേ ഓഫർ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്.
അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ എന്തായാലും വാങ്ങൂല, വെറുതെ എന്നാലും ഇങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തി വേറൊരു ഫേവറേറ്റ് പ്ലേസായ മിനിസോ കൂടി കയറിയിട്ട് ഇത് സ്റ്റോപ്പാക്കാന്നുള്ള രീതിയിൽ മിനിസോ കയറി. അവിടെയുള്ള പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ അതും ട്രൈ ചെയ്ത് നോക്കി. ദേ ഈ ഫാൻ ഓർമ്മയില്ലേ? എൻ്റെ മുന്നത്തെ ഷോർട്സ് കണ്ടവരാണെങ്കിൽ അറിയും ഇത് എൻ്റെ കയ്യിലുള്ള ഫാനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതങ്ങനെയാണ് അതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. വേറെയും നല്ല നല്ല ഫാനൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ ഓൾറെഡി ഒരു ഫാൻ വാങ്ങിയ സ്ഥിതിക്ക് അങ്ങനെ നമ്മളുടെ കുറച്ച് ഷോപ്പിങ്ങും കുറച്ച് വിൻഡോ ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകാമെന്നുള്ള പ്ലാനിൽ നടക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിലാണ് കേട്ടോ എൻ്റെ ഒരു കൂട്ടുകാരി ചേച്ചിയുടെ മോനെ കണ്ടത്. അപ്പോൾ അവനുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവനൊക്കെ ആയിട്ട് സംസാരിച്ച് തിരിച്ച് വീണ്ടും ഇങ്ങനെ നടക്കുകയാണ് ഫുഡ് കഴിക്കേണ്ട പ്ലാനിൽ. ഇത് കണ്ടോ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. റോബോട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഓടി ചാടി നടക്കുന്നുണ്ടായിരുന്നു. ഹലോ പറഞ്ഞതാ. പിന്നെ ഫുഡായിട്ട് കഴിക്കാൻ നമുക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള സ്നാക്സോ കഴിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ ഞാനും ചേച്ചിയും ബോബ കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി പോയി ബോബ വാങ്ങിച്ചിട്ട് വന്നു. തണുപ്പുണ്ടായിരുന്നില്ല, തീരെ തണുപ്പുണ്ടായിരുന്നില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തണുപ്പില്ലാത്തൊരു കുറവുണ്ടായിരുന്നു. അങ്ങനെ അതും നല്ലൊരു ചിക്കൻ മോമോസൊക്കെ കഴിച്ചിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങുകയാണ്. നോക്ക്, സ്കൈ കാണാൻ നല്ല രസമില്ലേ? അത് കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ വരുന്ന വഴിയിലൊന്ന് പെട്രോൾ പമ്പിൽ കയറണമായിരുന്നു, എയർ നിറക്കണമായിരുന്നു. അങ്ങനെ എയറൊക്കെ നിറച്ച് പിന്നെ വീണ്ടും എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ എന്നുള്ള പ്ലാനിൽ പെട്രോൾ പമ്പിൻ്റെ അകത്തുള്ള കടയിലോട്ടൊക്കെ പോയി എനർജി ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചു വരാണ്. ഇതൊക്കെ ആ മോൻ കളിക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നേ ആ സ്കൂട്ടറിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടിലോട്ട് തിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, താങ്ക് യു.